നമുക്ക് കുറച്ച് അരി വെള്ളത്തിലിടുക ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ഇടാം. പച്ചരിയാണ്, ഈ 1/2 ഗ്ലാസും കൂടെ ഇടാം. നമുക്ക് ഉഴുന്നിടാം, ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം. കുറച്ച് ഉലുവുണ്ട്, ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് കഴുകിയിട്ട് വരട്ടെ. നമ്മളിത് കഴുകി വെച്ചിടണം. ഇനി നമുക്കിത് വൈകുന്നേരം അരയ്ക്കാം. നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാണ് ഇത്. നമുക്ക് അരയ്ക്കില്ലേ, നമ്മളിത് അരച്ചിടണം. പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയല്ലേ. നമുക്ക് ഈ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. നമുക്ക് ഈ ചോറും കൂടെ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കണം. നമ്മളിത് അരച്ചെടുത്തണം. ചോറൊക്കെ നല്ലോണം അരഞ്ഞിടണം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയല്ലേ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കുകയല്ലേ, ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ട് ഇളക്കിയാലും മതി. ഇത് നമ്മൾ നാളെ രാവിലെ എടുക്കുകയുള്ളൂ. നമ്മുടെ മാവ് റെഡിയാണ്. നമുക്കിത് അടച്ച് വയ്ക്കുകയല്ലേ. നമ്മൾ ഇന്നലെ ആട്ടി വെച്ച മാവാണ്. തുറന്ന് നോക്കാം. പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കണം. എണ്ണ പരത്തി കൊടുക്കുക. മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതാവട്ടെ, നമുക്ക് തുറന്ന് നോക്കാം. ആയെണ്ണു നമുക്കിത് ഓഫാക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചെന്ന് ഒന്ന് ആവി പോയിട്ടെടുക്കാം. അത് ആവി പോകുമ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും വാട്ടിയത് നിറച്ചെടുക്കാം. നമുക്കിത് എടുക്കാം. അപ്പം നമ്മളിത് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളി ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടണി അരയ്ക്കും. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.